അത് പശ്ചിമബംഗാൾ ഗവർണർ CB ആനന്ദബോസ് ഇന്ന് മുർഷിദാബാദിലെ സംഘർഷബാധ മേഖല സന്ദർശിക്കുമെന്നാണ് വാർത്ത. കലാപത്തിലേരുകളുമായി ഗവർണർ സംസാരിക്കും. പ്രദേശത്തെ സ്ഥിതിഗതികൾ ശാന്തമാകും വരെ സന്ദർശനം നീട്ടിവെക്കണം എന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അപേക്ഷ ഗവർണർ തള്ളിയിരുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ. ബൽറാം, ഡൽഹിയിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് വെൽക്കം, സ്വാഗതം. അപ്പോൾ ഇന്ന് മുർഷിദാബാദിൽ ഗവർണറുടെ സന്ദർശനം വന്നു. ഇപ്പോഴും അവിടെ ഇങ്ങനെ നീർ നിൽപ്പാണ്. അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് ഒഴിവാക്കാൻ ഇടയുണ്ടോ ബൽറാം? ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, SKN പ്രജിൻ. പശ്ചിമബംഗാളിൽ ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. മൂർഷിദാബാദിലും ബംഗറിലും ഉണ്ടായ സംഘർഷം ഇവിടെ കേന്ദ്രസേനകളെ വിന്യസിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഗവർണർ CB ആനന്ദബോസ് ഇന്ന് ഈ മൂർഷിദാബാദിലെ സംഘർഷബാധിത മേഖല സന്ദർശിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് എത്തി നിലവിൽ ഈ കലാപത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ആളുകളെ കാണുക, ഒപ്പം തന്നെ ഈ കലാപത്തിൽ കുടുംബാംഗങ്ങൾ മരിച്ച ആളുകളുടെ കാണുക തുടങ്ങിയവയാണ് ഗവർണറുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. നേരത്തെയും ബംഗാളിൽ കലാപമുണ്ടായ പ്രദേശങ്ങളിൽ ഗവർണർ CB ആനന്ദബോസ് സന്ദർശനം നടത്തുകയും അവിടെ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മുർഷിദാബാദിൽ തന്നെ കഴിഞ്ഞ വർഷം അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. സമാനമായ ഒരു സന്ദർശനമാണ് ഇന്നും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതേസമയം നിലവിൽ ഇപ്പോഴും സ്ഥിതിഗതികൾ മോശമാണ് എന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ പുറമേ നിന്നുള്ള ആളുകൾ അവിടേക്ക് പോകരുത് എന്നുമാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി മമതാ ബാനർജി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ സന്ദർശനം നീട്ടിവെക്കണം എന്ന ഒരു ആവശ്യം മമതാ ബാനർജി മുന്നോട്ട് വച്ചിരിക്കുന്നു. എന്നാൽ ഗവർണർ അത് തള്ളിയിരിക്കുകയാണ്. മുൻപ് നിശ്ചയിച്ച പോലെ തന്നെ സന്ദർശനം തുടരാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്നുള്ളത്. ഇതിനോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷൻ്റെയും പ്രതിനിധികൾ ഈ കലാപബാധിത മേഖല സന്ദർശിക്കുന്നുണ്ട്. ഇവർ ഇന്നലെ വൈകിട്ട് തന്നെ ബംഗാളിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഇവരുടെ സന്ദർശനവും ഉണ്ടാവും. അതിനിടെ കഴിഞ്ഞ ദിവസം കൽക്കട്ട ഹൈക്കോടതി ഈ ഹർജികൾ, ഈ കലാപവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ച് ഒരു ഇടക്കാല ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. അതിൽ 3 അംഗ സമിതിക്ക് രൂപം നൽകാനാണ് കോടതിയുടെ പ്രധാന നിർദ്ദേശം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ഒപ്പം തന്നെ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവയിലെ പ്രതിനിധികൾ ഉൾപ്പെട്ട 3 അംഗ സമിതി കലാപത്തിനെ കുറിച്ച് അന്വേഷിക്കുക, കലാപവുമായി ബന്ധപ്പെട്ട ഈ പ്രദേശത്ത് നിന്നും പലായനം ചെയ്ത ആളുകളെ കണ്ടെത്തുക, അവരെ തിരിച്ചു കൊണ്ടുവരാനും പുനരധിവാസത്തിനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ വിശദമായ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ഈ ഉത്തരവിലൂടെ, ഇടക്കാല ഉത്തരവിലൂടെ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രദേശത്ത് കേന്ദ്രസേനയുടെ പട്രോളിംഗ് തുടരണം എന്നുള്ള നിർദ്ദേശവും കൽക്കട്ട ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഹാഷ്മി, SKN പ്രജിൻ. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ CB ആനന്ദബോസ് പശ്ചിമബംഗാൾ ഗവർണർ ഇന്ന് മുർഷിദാബാദിലേക്ക് പോവുകയാണ്. അതാണ് ആ വാർത്ത. ഗവർണർ ഒരു ഗോള് നീട്ടിയടിക്കുവാണോ? അവിടെ മുർഷിദാബാദ് കുറച്ച് പ്രശ്നമാണ്. ഗവർണറൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നത് ഇപ്പോൾ അതുപോലെ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്. അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നല്ല പരിചയമുണ്ട്. കാര്യം ചവറയിൽ വെടിവെപ്പൊക്കെ ഉണ്ടായ സമയത്ത് കൊല്ലം ജില്ലാ കളക്ടറായിരുന്നത് CB ആനന്ദബോസ് അവിടെ ഇറങ്ങി നാട്ടുകൂട്ടത്തെ കണ്ടു അല്ലേ? അവിടെ 4-5 പേര് മരിച്ച കേസായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ അതിലൊക്കെ നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അദ്ദേഹം.